വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിംഗ് ലെജൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ A to Z, ദാറ്റ് ഈസ് പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്, പാർട്ണർഷിപ്പിന്റെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്താണ്, ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ്, ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കോട്ട് ചെയ്ത ഒരു പോയിന്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ്, രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. ഈ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ പാർട്ണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ പഠിക്കുന്ന ഒരു ഫീച്ചറാണ് പാർട്ണർഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലയബിലിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഇത്തരം കേസുകളിൽ പാർട്ട്നേഴ്സിന് ഒരു ഹ്യൂജ് റിസ്ക് ആണ് അവർ എടുക്കുന്നത്. ഈ റിസ്ക് എടുക്കുമ്പോൾ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യും, ഇത്തരം റിസ്കുകൾ എടുക്കുന്ന പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ പാർട്ണർഷിപ്പും ഫേമുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇൻ ഫ്യൂച്ചറിൽ എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാരണവശാലും മുൻകൂട്ടി നമുക്ക് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ മുൻകൂട്ടി നമുക്ക് പറയാനോ പറ്റില്ല. ഇത്തരം കേസുകളിൽ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സെക്യൂരിറ്റി എന്ന ലെവലില് ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യാറുണ്ട്, ഒരു സർട്ടൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഇവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ഒരു സർട്ടൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അത് മുൻകൂട്ടി എവിടെ പറഞ്ഞിരിക്കും, നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ എഗ്രിമെന്റിൽ, ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് ഡീഡിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും. ഓരോ പാർട്ണേഴ്സിന്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെന്റേജ് ആണെങ്കിൽ എന്തുമാത്രമാണെന്ന് പറഞ്ഞിരിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാർട്ണർഷിപ്പിൽ ഏത് രീതിയിലാണ് ഒരു പാർട്ണേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇയർ എൻഡിംഗിൽ കണ്ടുപിടിക്കുക, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താണ് കാൽക്കുലേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ് സ്ഥാപനം പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ണർഷിപ്പിൽ ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് അവർ ക്യാഷ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ണർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ണർ എന്ത് ചെയ്യുന്നു, ഫ്രീക്വന്റ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു. അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഒരു പാർട്ണേഴ്സിന് എന്തുമാത്രം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും, അതിന്റെ കാൽക്കുലേഷൻ പാർട്ട് എന്താണ്, അതാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് എന്താണ്, when the rate of interest will be as agreed upon by the partners, അതായത് മുൻകൂട്ടി പറഞ്ഞിരിക്കും. എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികൾക്ക് ആ ബിസിനസ് സ്ഥാപനം എന്ത് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിക്കും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ്, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിക്കും. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തുമാത്രമാണ് ഓപ്പണിംഗ് ഉള്ളത്, ദാറ്റ് ഈസ് ബിഗിനിങ് അക്കൗണ്ടിംഗ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം ക്യാപിറ്റൽ ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു എമൗണ്ടിനാണ് സാധാരണ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. When additional capital is introduced and some capital is withdrawn permanently. പക്ഷേ ഇത് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളതുപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, സംടൈംസ് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനും ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് ഇയറിൽ സംഭവിക്കാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. The interest will be calculated on the amount of capital used in the business during particular period. ഈ സമയത്ത് നമ്മൾ നോക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു പാർട്ണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രമാത്രം ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡ് എത്രമാത്രം യൂസ് ചെയ്യുന്നു, ഇതനുസരിച്ചാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്കിവിടെ പറയുമ്പോൾ ബിഗിനിങ്ങിൽ എത്ര എമൗണ്ട് കൊണ്ടുവന്നു, അഡീഷണൽ എത്ര എമൗണ്ട് കൊണ്ടുവന്നു, എത്ര എമൗണ്ട് വിഡ്രോ ചെയ്തു, ഇതിന്റെ എല്ലാം ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറുകൾ എടുത്തുകൊണ്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. ഏത് രീതിയിലാണ് ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഏത് രീതിയിൽ സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു കാൽക്കുലേഷൻ പാർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.